ചവിട്ട് കൊള്ളാനായിട്ട് പറയുന്നതും വിലനെയും തെറ്റിച്ചു. ഇതിനെ ആമയും പറയാൻ ആർക്ക് സാധിക്കും? സുഖമുള്ള ആർക്ക് സാധിക്കും? ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചവനും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നവനുമാണ്. ഞാൻ പല ഹിന്ദുക്കളോടും ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു ഓർത്തഡോക്സ് വൈദികനായിരുന്നു. ഞങ്ങളുടെ കാനോന് ഹൂദായ കാനോൻ എന്നാണ് പറയുന്നത്. ഹൂദായ കാനോൻ എനിക്ക് സുറിയാനിയൊക്കെ അറിയാം. മുസ്ലിം സഹോദരന്മാരിവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. ഷാരിയ എന്ന് പറയുന്നതാണ് അവരുടെ ലോ. ഏതെങ്കിലും ഒരു നടപടിക്രമം വരുമ്പോൾ മുസലിയാരെന്ത് പറയുന്നു, തങ്ങൾ എന്ന് പറയുന്നു എന്നുള്ളതല്ല, ഷാരിയ ലോ എന്ന് പറയുന്നു എന്നാണ്. അതുപോലെ തന്നെ ഒരു ഹൈന്ദവൻ, മതഭ്രാന്തി കയറിയ ഹൈന്ദവനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവൻ്റെ ഒരു ഉപദേശപരമായ രീതിയിൽ പ്രമാണസഹിതം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദുവാണെങ്കിൽ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അഭിപ്രായം പറയാതെ മനുസ്മൃതി എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, മനുസ്മൃതി, അയ്യോ മനുസ്മൃതി നല്ലൊരു ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പിന്നെ എന്നോട് സംസാരിക്കില്ല. കാരണം മനുസ്മൃതിക്കകത്ത് എന്തോ എഴുതിയിരിക്കുന്നുള്ളത് എനിക്കറിയാം. ഈശ്വരൻ 4 ജാതികളെ സൃഷ്ടിച്ചെന്ന്, പൂജാരിയായിരിക്കാൻ ഒരു ജാതിയെ സൃഷ്ടിച്ചു, യുദ്ധം ചെയ്യാൻ ഒരു ജാതിയെ സൃഷ്ടിച്ചു, കൃഷിക്കും കച്ചവടത്തിനും വേണ്ടി അതിൻ്റെ താഴെ ഒരു ജാതിയെ സൃഷ്ടിച്ചു, ചവിട്ട് കൊള്ളാനായിട്ട് പറയുന്നതും വിലനെയും സൃഷ്ടിച്ചു. ഇതാ മനുസ്മൃതി. ഇതിനെ ആമയും പറയാൻ ആർക്ക് സാധിക്കും? സുഖമുള്ള ആർക്ക് സാധിക്കും? എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ്ലീഹ ജ്ഞാനികളുടെ ദേശമായിരിക്കുന്ന അഥേനായിൽ, നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ തലമുതിർന്ന ഫിലോസഫേഴ്സ് എല്ലാം എഴുന്നേറ്റത് ഗ്രീസിൽ നിന്നാണ്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സെനഫോൺ തുടങ്ങിയ ഒരു നിര അവരുടെ നടുവിൽ പൗലോസ്ലീഹായ്ക്ക് പ്രസംഗിക്കാൻ അരയോപക കുന്നിന്മേൽ ഒരു അവസരം കിട്ടിയപ്പോൾ, നിങ്ങൾ പലപ്പോഴും ആ ഭാഗമൊക്കെ എടുത്തുനിന്ന് വായിക്കണം കേട്ടോ. പൗലോസ്ലീഹ പറഞ്ഞ മനുഷ്യവർഗത്തിൻ്റെ കഥ അങ്ങോട്ട് തുടങ്ങിയ ഇങ്ങനെയാണ്: ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. എത്ര ജാതി? എത്ര ജാതി? 4 ജാതിയോ? പൗലോസ്ലീഹ എത്ര ജാതിയെ കുറിച്ചാണ് പറഞ്ഞത്? മനുഷ്യജാതി എന്നൊരു ജാതി അല്ലാതെ വേറെ പിന്നെ 7 ജാതിയൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ കൂടെ പെടുന്നൊന്നുമല്ല. മനുഷ്യജാതിയെ ഉളവാക്കിയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ചരിത്രത്തിനും ഭൂമിശാസ്ത്രത്തിനും ഒക്കെ ചേർന്ന സത്യമാണ്. അതിൻ്റെ മുമ്പിൽ ഒരു നീതിശാസ്ത്രവും ഒരു മതഗ്രന്ഥവും നിൽക്കുകയില്ല.